മറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഇന്ന് നമ്മളോടൊപ്പം കുറച്ച് സ്പെഷ്യൽ അതിഥികൾ കൂടിയുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾ. കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ കരുത്തു പകരുന്ന ഈ അമ്മമാരെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ മാനസികമായ വളർച്ചയെക്കുറിച്ചുമാണ്. ഈ ആഴ്ചയും നമുക്ക് ഈ എപ്പിസോഡിലും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ചർച്ച തുടരാം. ഇപ്പൊ ജോലിയുള്ള അമ്മമാരെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഹൗസ് വൈഫാണ്. അപ്പൊ നമ്മള് പിള്ളേരെ വിട്ടു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മള് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ഇത്രയും പണിയെടുത്ത് നമ്മളൊന്ന് മാനസികമായിട്ടൊന്ന് ആശ്വസിപ്പിക്കാനോ ഒന്ന് പുറത്തു പോകാൻ വിചാരിച്ചാൽ നമുക്ക് പറ്റാത്ത അവസ്ഥയായിരിക്കും. അതിന് അടുത്ത പണി ഉണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ ഒരു വിഷമമാണല്ലോ. നമുക്കൊന്ന് പുറത്തു പോകാനും നമുക്ക് വീട്ടിലെപ്പോഴും പണി എന്നുള്ള ചിന്തകളാണ്. അപ്പൊ ആ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എന്താ ചെയ്യാനുള്ളതെന്നല്ലേ? ശരിയാണ്. നമ്മൾ ഈ ആൽക്കഹോളിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ചിലപ്പോൾ വീട്ടമ്മമാർക്ക് പിടിപെടുന്ന ഒരു രോഗമാണ് വർക്കഹോളിസം. ഒരു പണി കഴിഞ്ഞു, അടുത്ത പണി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണിയില്ലെങ്കിലും ഉള്ളിയുടെ തൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും പൊളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും അവർക്ക് ഒരു പണിയില്ല എന്നാണ് പറഞ്ഞത്. പണിയില്ല. അപ്പൊ ഇവിടെയാണ് നമുക്കൊരു സെൽഫ് വാലിഡേഷൻ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ഒരു മൂല്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലേ? ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, പുറത്ത് പോയി എന്നാൽ കഴിക്കാമെന്ന് ഓർത്തു. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ എത്ര രൂപയാകും ഏകദേശം? അത് ഓരോരുത്തരും കയറിയ ഹോട്ടലിൻ്റെ പോലെ ഇരിക്കും അല്ലേ? എങ്കിൽ പോലും നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും ഒരു കുക്കിംഗ് ചെയ്തൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപയുടെ പണിയെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കുമോ? കാരണം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പുട്ടുണ്ടാക്കി പുട്ടും കുറ്റി ഒക്കെ മാറ്റി വെച്ചിട്ട് അത് മാത്രമല്ല, നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വീട്ടമ്മമാർക്കൊരു ബോധ്യം ഉണ്ടാവണം, ഞാൻ ചെയ്യുന്ന ജോലിക്കും പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ മോണിറ്ററി എലമെൻസ് എന്നുള്ള, അല്ലെ മോണിറ്ററി മണി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പുട്ടും കടല ഉണ്ടാക്കി, ചേട്ടാ 50 രൂപ എടുക്ക് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഞാൻ ചെയ്ത പണിക്ക് അത്രയും വിലയുണ്ടെന്നുള്ളത് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് പലപ്പോഴും നല്ല വാക്ക് പോലും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. അതിന് കിട്ടണമെന്നൊന്നും ഇല്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കാര്യം, ഇപ്പം ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സാരിയൊക്കെ എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സുന്ദരി കുട്ടികളായിട്ട് വന്നിരിക്കുവാണ് അല്ലേ? നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഇപ്പോൾ ഒരു അഭിമാനം തോന്നുന്നില്ലേ? ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിമാനം തോന്നിയില്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചയിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? കുനിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാരിത്തുമ്പ് കൊണ്ടൊക്കെ, അങ്ങനെ ഒരു സാരിത്തുമ്പ് കൊണ്ടൊന്നും മൂടുന്നതായിട്ട് ഞാൻ ആരെയും കണ്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഭിമാനമുണ്ട്, നിങ്ങൾക്കൊരു വില നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ വില വീടുകളിൽ കൽപ്പിക്കണം. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് മീ ടൈം എന്ന് പറയണത്, ഇപ്പം എത്രയോ പണികളുണ്ടാവും. ശരിയാണ്, ഈ അടുക്കള പണി നമ്മൾ തീരാത്ത പണിയാണ്, ഇല്ലാത്ത പണികളെല്ലാം ഉണ്ടാകും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് നീ എന്നാ ചെയ്യുമായിരുന്നോ അല്ലേ? അപ്പം നമുക്ക് തന്നെ ഉണ്ടാവണം, മൂല്യമുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ എന്ത് പണി നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര മാത്രം വില വരുന്നതല്ലേ എന്ന് ചോദിക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവണം, ഇന്നതിന് ഇന്ന കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിവരെയൊക്കെ വീട്ടമ്മയായിരിക്കുന്നു, ഞാനിവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിലും നമുക്കൊരു സംതൃപ്തി ഇല്ലേ? ഉണ്ട്, സംതൃപ്തി ഉണ്ടാവണം അത്. കാരണം നമ്മൾ പറയുന്നത് എല്ലാ ആക്ഷനും, ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടെങ്കിൽ മാത്രമേ ആ പ്രവൃത്തി കൃത്യമായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ മെത്തേഡ്സിലൊക്കെ നമ്മൾ പറയുന്ന കാര്യം, ഒരു ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു റിവാർഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ വീട്ടമ്മയായിരിക്കുന്ന ഒരു അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, മക്കൾ കഴിക്കുന്നു, ഭർത്താവ് കഴിക്കുന്നു, ആ കുടുംബം സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളും നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അവർക്ക് പേടിയാണ്, അവരിപ്പോൾ വേണ്ട എന്ന് പറയും. എന്തുകൊണ്ടാണത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതിനുത്തരം നിങ്ങൾ തന്നെയൊക്കെയും പറയേണ്ടത് അല്ലേ?
കാരണം ഇപ്പോൾ ഒരു നല്ലൊരു ജോബിലേക്ക് പ്രവേശിച്ചു, നല്ല സാലറി ഉണ്ട്, നല്ലൊരു ഹൈടെക് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ വേറൊരാൾ പുറമേ നിന്ന് ഞാനിങ്ങനെ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പോവുകയാണ്, ഇന്ന കമ്പനിയിലേക്കാണ് ഞാൻ അപേക്ഷിക്കുന്നത്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു ജോബിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു സംതൃപ്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് പറയും? തീർച്ചയായിട്ടും കേട്ടോ, നിങ്ങൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എടുത്തും പോകേണ്ടത്, ഇവിടെ അപേക്ഷിച്ചോ, നല്ല സ്ഥലമാണെന്ന് പറയും അല്ലേ? ഇതുപോലെ വിവാഹിതരായി കുടുംബജീവിതത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളെ നോക്കിയിട്ടാണ് ഇന്നത്തെ കുട്ടികൾ പറയുന്നത്, അയ്യോ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ എന്ന്, അല്ലേ? അപ്പൊ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ, അതായത് ഞാൻ ഇടപെടുന്ന ഒരു സൈക്കോളജി കോർണറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് പറയുമ്പോൾ ഇന്നത്തെ മക്കൾ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു മനുഷ്യ വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വൽ മൂല്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിപരമായ വളർച്ച ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അവർ കുഞ്ഞുനാളിൽ അവരെ ജനിച്ച് വളർന്നപ്പോൾ മാതാപിതാക്കളെ അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവരിൽ നിന്ന് കൊടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണ് ഇന്നത്തെ മക്കൾ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാതാകുമോ എന്നതാണ് അവരുടെ ആദ്യത്തെ പേടിയെന്ന് എനിക്ക് തോന്നുന്നു വിവാഹത്തിൽ. കാരണം കല്യാണം കഴിച്ച് വിട്ടു കഴിയുമ്പോഴത്തേക്ക് പറയണേ ഈ താലിച്ചരടിൽ കെട്ടപ്പെട്ട ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയൊരു കവിതയായിരുന്നത്. അപ്പം ഞാൻ കക്ഷിയോട് ചോദിച്ചു, എന്താ നീ അങ്ങനെ എഴുതിയത്, താലിച്ചരടി കെട്ടപ്പെട്ട ജീവിതം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നതെങ്കിലും ബാക്കി കവിതയുടെ ഒരു പൂർണ്ണാംശം എന്ന് പറയുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയും ഒരു സംതൃപ്തിയോടു കൂടിയും എൻ്റെ പൂർണ്ണമായൊരു ജീവിതം, ഐഡൻറ്റിറ്റി എനിക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്ന വരികൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിവാഹത്തിൽ ബന്ധനസ്ഥരായി പോവുകയല്ല ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ളൊരു സംവിധാനമായിട്ട് അത് വരണം. ഓക്കെ, അപ്പം അവിടെ എവിടെയൊക്കെയോ നമുക്ക് പാളിച്ചകൾ സംഭവിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്പെൻഡൻസിയിൽ നമ്മൾ ഒത്തിരി വിഷമിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള, അതായത് ഇടപാടുകളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു 10 രൂപ എടുക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത പൈസ പോലും ഉപയോഗപ്പെടുത്തുമ്പോൾ വേറൊരാളോട് ചോദിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ചോദിക്കരുത് പറയരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്ന ചില കാര്യങ്ങൾ. പിന്നെ പെൺകുട്ടികൾ പറയുന്ന വേറൊരു കാര്യമാണ് വീട്ടുകാർക്കൊരു ബാധ്യതയാകുന്നു. അതായത് വിവാഹത്തിന് വേണ്ടിയിട്ട് സ്ത്രീധനമായിട്ട് കുറേ പണവും പൊന്നും ഒക്കെ കൊടുക്കുന്നു, അത് മാതാപിതാക്കൾക്കൊരു ബാധ്യതയാകുന്നു. ആ ബാധ്യത തീരുന്നതിന് മുൻപേ ഡെലിവറിക്കായിട്ട് മക്കളെ കൊണ്ടുവരുന്നു, അത് അടുത്തൊരു ബാധ്യത. അപ്പം തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവൾ വന്നൊരു വേറൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നു, അതോടൊപ്പം തന്നെ കുറെ പേർക്ക് ബാധ്യതകളാകുന്നു. സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ അറിവ് സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും ഈ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ഒരു ഭയം ഉള്ളിൽ ഇന്ന് എല്ലാവർക്കും ഉണ്ടല്ലേ. പക്ഷെ അതിലൊരു മാറ്റം, ശരിക്കും കൃത്യമായൊരു മാറ്റം വരേണ്ടതില്ലേ? കാരണം അവർക്കൊരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായ നിലനിൽപ്പ് നൽകുക, ഇതല്ലാതെ വേറൊന്നിനെ കുറിച്ചും അവരോട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വിവാഹമാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഞങ്ങളാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ തന്നെ അനാവശ്യമല്ലേ വീടുകളിലും? തീർച്ചയായിട്ടും അവിടേക്കാണ് നിങ്ങളുടെ പോലെയുള്ള ഈ മാതൃവേദികളും അതുപോലെ തന്നെ കൂട്ടായ്മകളൊക്കെ അതിനുപകരിക്കണം. അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം മക്കളെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിപ്പിക്കണം. എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചേച്ചിക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും സിസ്റ്റർ. ഞാനൊരു ഒതുങ്ങിക്കൂടി കഴിഞ്ഞൊരു ഒരു അമ്മയാണ്. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു അമ്മയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഞാൻ പഠിച്ചിട്ട് ഉണ്ടെങ്കിലും പക്ഷേ എനിക്കത് ജോലി നേടാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മക്കൾ പഠിച്ച് എൻ്റെ ഒരു കഷ്ടപ്പാട് അവർക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ കഷ്ടപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളർത്തി വലുതാക്കി അവരിന്നൊരു നല്ല നിലയെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ആ മക്കൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അവർ നേഴ്സുമാരാണ്.
എന്നാൽ പോലും അവർ ആ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവർ കണ്ടതുകൊണ്ട് അവരിപ്പോൾ വളരെ ഒതുങ്ങി തന്നെയാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ അവർ ഒതുങ്ങി ജീവിക്കുന്നുണ്ട്. എങ്കിലും ഒരു അമ്മ എന്ന നിലയ്ക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ സന്തോഷമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഓരോ അമ്മമാരിലും ഉണ്ടാകേണ്ട ഒരു അനുഭവവും അനുഭൂതിയും ഒക്കെ ഇതായിരിക്കണം. പിന്നെ മക്കളെ നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കുക, വേറൊരു വ്യക്തിയെയാണ് നമ്മൾ വളർത്തുന്നത്. ഇപ്പം എല്ലാ മക്കളും നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി എല്ലാ മക്കളും ഒരേപോലെ വളർന്നിട്ട് നമ്മളെ തിരിച്ച് സഹായിക്കുമെന്നും ഓർക്കരുത് കേട്ടോ. പലപ്പോഴും പല അമ്മമാരും വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സിസ്റ്ററെ വീട്ടിലെ അനുഭവങ്ങളെല്ലാം അറിയുന്ന മക്കളായിരുന്നു, അവരെ ഞാൻ പട്ടിണി കിടന്ന് കൂലിപ്പണി ചെയ്തൊക്കെ ഞാൻ വളർത്തി വലുതാക്കി, അവർക്കൊരു ജോലി കിട്ടി, വിദേശത്തേക്ക് പോകാനായിട്ട് സാധിച്ചു, വളരെ ഉയർന്ന നിലയിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതിയിൽ അവർ ജീവിക്കുന്നു. പക്ഷേ അമ്മ എങ്ങനെ ജീവിക്കുന്നു എന്ന് വിളിച്ചു ചോദിക്കാൻ പോലും അവർക്കാർക്ക് സമയമില്ല എന്ന് പറയും. അപ്പം അവിടെയാണ് ഞാൻ അമ്മമാരോട് പറയുന്നത്, താൻ ചത്തു മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ അവസാനിപ്പിക്കണം. മക്കളെ വളർത്തി അവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊരു സാമ്പത്തിക നിലയിലേക്ക് ആകുമ്പോഴത്തേക്കും മക്കളെ വിളിച്ച് കൃത്യമായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ഇതുപോലെ ജോലി ചെയ്തു, ഇനി എൻ്റെ വാർദ്ധക്യ ദിശയിലേക്ക് ഞാൻ കടക്കുകയാണ്, അവിടെ എന്നെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിനൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെക്കണം. ചുമ്മാതെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. മക്കള് ഇത്ര രൂപ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഫെസിലിറ്റി എനിക്ക് തന്നിരിക്കണം. സിസ്റ്ററെ, അങ്ങനെ നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോഴേ അവർ പറയും അത് നിങ്ങളുടെ കടമയല്ലേ എന്നവർ തിരിച്ചു ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വളർത്തുന്ന ഒരു പ്രായത്തിൽ, അവർ വളരുന്നൊരു പ്രായത്തിൽ നമുക്ക് വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പഠിപ്പിക്കണമെന്നോ ഇതുപോലെ അവരെ ജീവിപ്പിക്കണമെന്നോ നമുക്കും എഗ്രിമെൻ്റ് ഒന്നും നമ്മൾ ആരോടും ചെയ്തിരുന്നില്ലല്ലോ. അപ്പം അവിടെ ഈ എഗ്രിമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കണം. അവിടെ ഒരു ലീഗൽ ആസ്പെക്റ്റിനേക്കാൾ കൂടുതലായിട്ട് മക്കളെ വിളിച്ചിരുത്തി, അവിടെയാണ് അമ്മമാർ ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കൈവിടാതെ, അതായത് ആ ഒരു സ്നേഹബന്ധം, ഒരു റെസിപ്രോസിറ്റി എന്ന് പറയും, അതായത് കൊടുക്കൽ വാങ്ങൽ, ആ ഒരു ബന്ധം കൈവിടാതെ നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കണം. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, പലപ്പോഴും മക്കളുടെ വിവാഹത്തോടു കൂടിയാണ് ഈ അമ്മമാരുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്. ആൺമക്കളാണെങ്കിൽ അവരൊരു മകളെ, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ട് വരുന്നു, അവർ ഭാര്യയും ഭർത്താവും ആയി കഴിയുമ്പോൾ അമ്മമാർക്ക് ഇച്ചിരി കുശുമ്പൊക്കെ തുടങ്ങും, ഇല്ലേ? ഇല്ല എന്നൊന്നും പറയരുത്, അതൊക്കെ ഉണ്ട്. കാരണം പല കേസുകളിലും നമ്മൾ കാണുന്ന അതാണ്, എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ മകൻ നോക്കിക്കേ, മകളോട് കാണിക്കുന്ന ഒരു സ്നേഹം നോക്കിക്കേ. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊതിയും കുത്തിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കൾ അകന്നു പോകും. ഇതുപോലെ തന്നെ പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് അവരുടെ ഭർത്താവിനോട് എങ്ങനെ മിണ്ടണം, അവരോടൊപ്പം എവിടെയൊക്കെ യാത്ര ചെയ്യണം എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മളാരും ആളല്ല. അത് സ്വാതന്ത്ര്യത്തിലേക്ക് വിടണം. അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെ കയറി പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞവർ പുറത്തേക്ക് ഇടും. അപ്പൊ അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പറഞ്ഞപ്പോ ഈ കടമയല്ലേ എന്ന് പറഞ്ഞപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്, അതായത് അങ്ങനെ നമുക്കൊരു കടമയുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു പ്രായം വരെ അവർക്ക് വിദ്യാഭ്യാസം, അവർക്കൊരു പക്വത ആവുന്നത് വരെ അല്ലെങ്കിൽ കൗമാരപ്രായം വരെ വിദ്യാഭ്യാസം. പക്ഷെ ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യുന്നത് ജോലി കിട്ടുന്നത് വരെ ലോൺ എടുത്തും എല്ലാം കുട്ടികളെ പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും വിവാഹവും എല്ലാം. പക്ഷെ ഇതൊക്കെ അവർക്ക് തന്നെ ചെയ്തുകൂടെ? അല്ലെങ്കിൽ അവരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പേരിലായാലും ഒരു വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും. പക്ഷെ ഇതുപോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നില്ല. എൻ്റെ മക്കൾ വളരെ സേഫായിട്ട് സന്തോഷമായിട്ട് പോകണം എന്ന് ചിന്തിക്കുകയാണ്. അത് തെറ്റല്ലേ ശരിക്കും? ടീച്ചർ പറഞ്ഞതിൻ്റെ അകത്ത് വലിയൊരു അർത്ഥമുണ്ട്. കാരണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞാൽ, കൗദാശികപരമായിട്ടൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗാർഹിക സഭയുടെ തുടക്കമായി, അല്ലേ? അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാക്കുകയാണ് നിങ്ങളെ ചെയ്യുന്നത്, അതായത് വിവാഹം ചെയ്ത രണ്ട് വ്യക്തികളെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കയ്യിലുള്ള മക്കളെ വാങ്ങിച്ചെടുക്കാനുള്ളൊരു ഒരു പ്രചോദനം ദൈവം കൊടുക്കുന്നുണ്ട്, അല്ലെ ഒരു തിരഞ്ഞെടുപ്പ് ദൈവം കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ മക്കൾ നമ്മുടെ ചോയ്സാണോ? അല്ല. കാരണം നമ്മൾ ഐശ്വര്യ റായിയെ പോലെ ഇരിക്കണം, അല്ലെ മറ്റുള്ളവരെങ്കിലും പോലെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നൊരു കുഞ്ഞ് നമ്മളാരും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളതല്ല. അപ്പം തീർച്ചയായിട്ടും അത് ദൈവം തരുന്നതാണ്, നൽകപ്പെട്ടതാണ്.
ആ കുഞ്ഞിനെ ഈ സമൂഹത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ ടീച്ചർ പറഞ്ഞ പോലെ ഒരു പരിധിവരേക്ക് വളർന്നു, പക്വതയാർന്നു, കാര്യങ്ങളെക്കുറിച്ച് വിവേചന ശക്തിയുണ്ടായി, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിലേക്കൊക്കെ പോകുമ്പോൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് എനിക്കാണ് നേട്ടം ഉണ്ടാകേണ്ടത് എന്നൊരു പക്വതയിലേക്കൊക്കെ വളർന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള ചില ചുമതലകളും നിങ്ങൾ ഏർപ്പെടുത്തണം. ജോലി കിട്ടുന്നത് വരെ ഓക്കെ, പോക്കറ്റ് മണി വരെ ഞാൻ തന്നോളാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പഠിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ സ്റ്റഡീസിനൊക്കെ പോകുന്നവർ എന്നോടിപ്പോൾ മക്കളെ വിടാനുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും അവിടെയാണ് എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ ഉള്ളത്. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവരെ കൂടി അവരുടെ ജീവിതത്തിന് ഉത്തരവാദിത്വമുള്ളവരാണെന്നും ഭാരവാഹികളാണെന്നും അവരെ ഉദ്ദേശിപ്പിക്കുന്ന രീതിയിൽ വേണം അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കിച്ചണിലാണെങ്കിലും കുക്കിംഗ് അല്ലേ. കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ അമ്മ ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കി വായിൽ വെച്ച് കൊടുക്കും. പിറ്റേ ദിവസം കല്യാണം, അന്ന് പിന്നെ കേറ്ററിംഗുകാരന് ചെയ്തോളും. അതിൻ്റെ പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവിടെ ഉള്ളവരുടെ കൂടെ കൂടാനുണ്ട്. അത് നിങ്ങളുടെ മക്കൾ അതിന് തയ്യാറാണോ? അത്രയും വളർന്നിട്ടുണ്ടോ? അത് ഓർക്കണം. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു പങ്കാളിത്തം അത് നമ്മുടെ മക്കളെ പെൺകുട്ടികൾക്കും വേണം അല്ലേ? ആൺകുട്ടികൾക്കും വേണം പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു പങ്കാളിത്തത്തിലൂടെ വളർത്താൻ വേണ്ടിയിട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഇത്ര നേരം പെൺകുട്ടികളുടെ വളർച്ചയും അവരുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആൺകുട്ടികൾ കൂടുതലും അമ്മമാരോടാണ് അല്ലേ അടുത്തിരിക്കുന്നത്. കാരണം അമ്മയുടെ മുഖം വിഷമിച്ചാലാണ് ആൺകുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇപ്പം സാധാരണ ഞാൻ കേസസ് കാണുമ്പോഴത്തേക്കും ഞാൻ ആൺകുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ആരോടാണ് കൂടുതലൊരു വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമുള്ളത്? അപ്പോൾ അവർ തീർച്ചയായിട്ടും പറയും അമ്മ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആ അമ്മ ചെയ്യുന്ന ജോലികൾ, അമ്മ അനുഭവിക്കുന്ന സഹനങ്ങളെല്ലാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആൺകുട്ടികളാണ് എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്കും ഉണ്ടൊരു സോഫ്റ്റ് കോർണർ അല്ലേ ആൺകുട്ടികളോട്. മക്കൾക്ക് പെൺമക്കൾക്കൊരു വാലിൻ്റെ കഷ്ണം കൊടുത്താലും ആൺമക്കൾക്ക് അല്ലേ അങ്ങനെ ഒരു ചെറിയ ചിലപ്പോൾ പിള്ളേർ പറയാറുണ്ട് നമ്മുടെ ചില അടുക്കൽ വരുമ്പോൾ. ആൺകുട്ടികളെ ശരിക്കും അവരുടെ ഒരു വളർച്ചയ്ക്ക് ഒരു വികാസത്തിനുള്ള ഒരു തടസ്സമല്ലേ അത്? ശരിക്കും നമ്മളിങ്ങനെ അമ്മമാരിങ്ങനെ ഒതുക്കി അവർക്കെല്ലാം ചെയ്തു കൊടുത്തും അവരുടെ ഭക്ഷണ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്തു കൊടുത്ത് ഇവര് വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്താലെന്ന് ചോദ്യങ്ങൾ ഭാര്യയുടെ ഭാഗത്തു നിന്ന് വരും. ആ സമയത്താണ് ഇവരാകെ ഞെട്ടിത്തെറിച്ച് എൻ്റെ അമ്മ എങ്ങനെയായിരുന്നല്ലോ, എന്തുകൊണ്ട് നിനക്ക് ആ രീതിയല്ലല്ലോ വേണ്ടത്. അതല്ല ശരിക്കും വേണ്ടത്, അതല്ല. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം, പണ്ടൊക്കെ വീട്ടമ്മ എന്ന് പറയുന്നൊരു തസ്തിക ഉണ്ടായിരുന്നു അല്ലേ, വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് അതല്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, നമുക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആൺകുട്ടികൾക്കാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ, ഡ്രസ്സ് കഴുകുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഒരു ഫാമിലി സെഷനാണ് നടക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കുമാണ് പെൺകുട്ടി പറഞ്ഞ ആൾക്കൊരു 15 വയസ്സായി. പറയാ, ചേട്ടൻ കഴിച്ച പാത്രം വരെ അമ്മ എന്നോട് പറയും അവൻ ആൺകുട്ടിയല്ലേ, നീ കഴുകി വെക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോയാൽ ശരിയാവുമോ? കാരണം ചേട്ടൻ ഇനി കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ പെട്ടെന്ന് പറയും എൻ്റെ അമ്മയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പെങ്ങളായിരുന്നു പാത്രം കഴുകി വെക്കുന്നത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊണ്ട് അങ്ങനെ പാത്രം കഴിയിപ്പിക്കുമ്പോൾ എനിക്കതത്ര യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് വേർതിരിവുകൾ കൊടുക്കാതെ മക്കളെ വളർത്താനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികൾ പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അനുവദിക്കും. പക്ഷേ പെൺകുട്ടികൾ പൊക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മമാർ പെട്ടെന്ന് തന്നെ അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ, പിന്നെ അവർക്ക് CC ക്യാമറയൊക്കെ വെച്ചിട്ട് വിടുന്നൊരു അവസ്ഥ. സിസ്റ്ററെ, ഒരു കാര്യം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണ കാര്യം പറഞ്ഞല്ലോ. ആ ഒരു കാര്യത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകണതിനോടും കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ തല്ല് പിടിക്കുകയെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടായി കഴിയുമ്പോൾ നീ നിൻ്റെ പാത്രം കഴുക, ഞാൻ എൻ്റെ പാത്രം കഴുകാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്നേഹമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പം ആ സ്നേഹമാണ് ഇതിൽ പ്രധാനം. വളരെ വളരെ വലിയൊരു കാര്യമാണ് സ്നേഹം അല്ലേ. ഈ സ്നേഹം നമുക്ക് കടയിൽ നിന്ന് 1 കിലോ പൊതിഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അത് പിന്നെ ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്റർ മക്കൾക്ക് എത്ര സ്നേഹം കൊടുത്താലും അവർക്കത് മനസ്സിലാകുന്നില്ല, മതിയാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു കൊമേഴ്ഷ്യലായി പോകുന്നത് കൊണ്ടാണ്. അപ്പം അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു കാര്യം,
ഒരു ഇൻഡിവിജ്വൽ, അതായത് വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർക്കുമുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മക്കളാണെങ്കിലും അവരുടെ ചില വൈകാരിക പ്രശ്നങ്ങൾ നമ്മുടെ അടുക്കി വന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ടിരിക്കാനൊരു സമയം അത് കൊടുക്കുക. അത് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ, നമ്മുടെ ഈ സ്ത്രീകളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മൂഡ് സ്വിങ്സ് വരുന്നത്. ഇത് ശരിക്കും നമ്മൾ ആ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ കൂടുതലും എടുക്കുന്നത് നമ്മുടെ മക്കളോടാണ് വീട്ടിൽ. അവർക്കൊരു കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ വിശേഷങ്ങൾ, നമ്മുടെ മൂഡ് ശരിയല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് കുട്ടികളോടാണ്. അതിനെങ്ങനെയാണ്? ശരിയാണ്. ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ കലണ്ടർ നോക്കിയിട്ട് വേണം ഇവളോട് മിണ്ടാനൊന്ന്. അപ്പോൾ മൂഡ് സ്വിങ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പോൾ മൂഡ് സ്വിങ്സിലേക്കൊക്കെ നമുക്ക് കടക്കാം, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷെ ആദ്യം തന്നെ നമ്മളെ ഒന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫിസിയോളജിക്കൽ, അതായത് ശാരീരികമായിട്ടുള്ള ഘടനയിൽ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൽ വ്യത്യാസങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അവിടെ ആയിരിക്കും നമുക്കൊരു വീടിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മുടെ മൂഡനുസരിച്ച് മറ്റുള്ളവർ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമൊന്നും അല്ലല്ലോ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രാവശ്യം ഈ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനുണ്ടല്ലോ, ഓക്കെ, അപ്പോൾ ജോസഫ് പുത്തമ്പരയ്ക്ക് അച്ഛൻ്റെ ഒരു രസകരമായ ഒരു സ്പീച്ച് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അത് പറഞ്ഞാണ്, ലോകത്തിൽ ആണുങ്ങളുടെ പേരിൽ പല കാറ്റുപടിച്ചു, പക്ഷെ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു 3 പെണ്ണുങ്ങളുടെ പേരിലുള്ള കത്രീനായും റീത്തയൊക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആകെ അലങ്കോലമായതെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലും നമ്മുടെ മൂഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ വീട്ടിലെ സന്തുലിതാവസ്ഥയ്ക്ക്, കാലാവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മളെ ഒന്ന് അറിയുക, നമ്മുടെ മൂഡ് ചേഞ്ചസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അങ്ങനെ ഒരു കാര്യം നമുക്കുള്ളത് ഒന്ന് അംഗീകരിക്കാനായിട്ട് സാധിക്കുക, നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുക. ഇപ്പം ഇങ്ങനെ അംഗീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, സെൽഫ് ലവ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ വന്ന് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ കുറച്ചുകൂടി വിശാലമായിട്ട് മനസ്സിലാക്കാൻ, നമ്മൾ എന്തൊക്കെയാണ്, അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ ഒരു നെടുന്തൂണാണ് എന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ വികാരങ്ങളും മാനസിക വളർച്ചകളും മാനസിക ആരോഗ്യവും നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമെല്ലാം പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം കൈവരിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയായി ജനിച്ചതിൽ, ഒരു സഹോദരിയായി തീർന്നതിൽ, ഒരു ഭാര്യയായിരിക്കുന്നതിൽ, ഒരു അമ്മയായിരിക്കുന്നതിലെല്ലാം നമുക്ക് അഭിമാനിക്കാം, ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കഴിവുകൾ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കുമെല്ലാം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. വളരെ എനർജറ്റിക്കായി, സന്തോഷത്തോടെ, ചിരിച്ച മുഖത്തോടെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.